സുഹൃത്തുക്കളെ, കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മൊഡ്യൂളിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്, നമുക്ക് എന്താണ് മാർക്ക് വേണം. നമുക്ക് PSC പരീക്ഷയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഓക്കെ, ഒരിക്കലും PSC എക്സാം ഹാളിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇന്നതൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള പ്രൂഫോട് കൂടിയിട്ടല്ല നമ്മളെ എക്സാം ഹാളിലേക്ക് കയറ്റുന്നത്, അല്ലേ? നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യാനായിട്ട് കഴിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ 3 മാർക്കിനുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അല്ലാതെ ഇന്ത്യൻ ഹിസ്റ്ററി ഇരുന്നിട്ട് ചരിത്രം തുടങ്ങിയ മുതൽ കൊണ്ട് പഠിച്ച് മധ്യകാല ചരിത്രം തുടങ്ങിയിട്ടങ്ങണ്ട് നമ്മൾ എന്താണ് 1857 വിപ്ലവത്തിന് ശേഷമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അവിടുന്ന് തുടങ്ങിയിട്ട് പരീക്ഷയുടെ തലേ ദിവസം വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചിട്ട് പോയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല? ഈ 3 മാർക്ക് കിട്ടില്ല. ഞാൻ പറയുന്നത് എന്നേക്കാൾ നല്ല അറിവുള്ള വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്നേക്കാൾ അറിവും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ത്രാണിയും നിങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ടും എന്ത് ചെയ്യാം, ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാനൊരു 3 ക്ലാസ് ഇന്ത്യൻ ഹിസ്റ്ററി, നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. ചിലപ്പോൾ പ്ലേലിസ്റ്റിൽ കുറച്ച് വിഷയങ്ങൾ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും, ക്ലാസ് ഇട്ടതൊക്കെ കയറ്റാൻ മറന്നിട്ടില്ല. കാരണം ഇവിടുന്ന് സോറി, കോള് വന്നാണ് കേട്ടോ. അപ്പോൾ 3 വീഡിയോ ഒന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ, 2 മിനിറ്റ് എനിക്ക് വേണ്ടി തരണേ. 3 ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന്, 3 ക്ലാസ്. ആ 3 ക്ലാസ്സും കാണുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇനി ഇടുന്ന SCRT ചാപ്റ്ററുകളിലൂടെ എന്നുള്ള എന്ത് ചെയ്യും, നമ്മളൊരു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കേണ്ടുന്ന SCRT ചാപ്റ്റർ എന്ത് ചെയ്യും, ഫുള്ള് കവർ ചെയ്ത് തരും. നമ്മളൊക്കെ എന്ത് ചെയ്യും, ഈ ഓരോ ലെസൺ തന്നിട്ട് ഇരുന്ന് കൂട്ടുകാരെ ഞാൻ കുരുമുളക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇങ്ങനെയൊന്നും വായിക്കില്ല. ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ മാർക്ക് ചെയ്തത് വായിച്ച് പഠിച്ച് നമ്മൾ ഓരോ ലെസൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കും. അങ്ങനെ ആകുന്ന സമയത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉറപ്പാണ്. വലിച്ചു വാരി ഇരുന്ന് പഠിക്കാതെ നിങ്ങൾ 3 മാർക്കിന് വേണ്ടിയുള്ളത് മാത്രം പഠിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട് തരുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട്. 2023 LGS നിലവാരത്തിലെയും LD നിലവാരത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 25 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ട്. അപ്പൊ ഈ 25 ക്വസ്റ്റ്യൻ പേപ്പർ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ ഇടും. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കുക. മാർക്ക് വരുന്ന വഴി അറിയാലോ. അപ്പൊ 25 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ 25 ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയോടും അപ്പൊ അതിനൊപ്പം വരണം. ഓക്കെ, ആ 25 ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നോട്ട് ചെയ്യുക, ഓ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്, അതൊക്കെ പഠിച്ചു വെക്കുക. ഈ ഇപ്പൊ പോകുന്ന SCRT ആ എന്ത് ചെയ്യുക, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു 3-4 വീഡിയോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഈ അടുത്ത് ഇട്ടതാണ്, അതും SCRT ബേസ് ചെയ്തിട്ട് ഇട്ടതാണ്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, കാരണം കുറച്ചേ പഠിക്കുക, 3 മാർക്ക് അവിടെ സ്കോർ ചെയ്യുക. 20-30 മാർക്കിനൊന്നും നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യമില്ല, വെറും 3 മാർക്കേ ഉള്ളൂ. നമ്മൾ ആ 3 മാർക്കിനായിരിക്കണം, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആകെ 3 മാർക്കേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ളൂ. നമ്മളപ്പോ എവിടെ നിന്നാണ് PSC ക്വസ്റ്റ്യൻ എടുക്കുന്നത് ആ ഭാഗം അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോകുക. ഓക്കെ, ആദ്യം 5ാം ക്ലാസ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ചില വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓടാണ് +2 ഡിഗ്രി, ഏതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഞാൻ ഒരൊറ്റ ചോദ്യമാണ്, അതൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. PSC ഇതിന്റെ ഉള്ളിൽ നിന്നും എടുത്തിട്ട് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ അതിന് ആൻസർ ചെയ്യാൻ 100% പ്രാപ്തരാണോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. എന്നിട്ട് +2 ഡിഗ്രി തലത്തിലേക്ക് എന്ത് ചെയ്യുക, ആ മാർക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുക. ഒരു 4 മാർക്ക് നമ്മുടെ ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ചോദിച്ചിട്ട് 1 മാർക്ക് +2ലെയോ ഡിഗ്രിയിലെയോ ചോദിക്കുമ്പോൾ ഈ 1 മാർക്കിന് വേണ്ടിയിട്ട് ഓടണോ, ഈ 4 മാർക്ക് കയ്യിൽ ഉറപ്പിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചിട്ട് പോവുക, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, +2 ഡിഗ്രി ഒക്കെ ബുക്ക് വായിക്കുക കേട്ടോ. ആദ്യം ഈ തരുന്ന കാര്യങ്ങൾ ഒന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ, ഇതൊന്ന് ഉറപ്പിക്കൂ കേട്ടോ. മാർക്ക് കയ്യിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ നടത്തുന്നത്. നമുക്കത് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ നമ്മൾക്ക് ഈ
ഈ മൊഡ്യൂൾ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ബ്രിട്ടീഷുകാർക്ക്. ഓക്കെ, അപ്പൊ ഇത് ഏതാ ലെസൺ? കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. വെരി വെരി ഇമ്പോർട്ടന്റ് ലെസൺ ആണ് കേട്ടോ. ഇതാ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതൊരൊറ്റ കാര്യമുള്ളൂ. ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി. മനസ്സിലായോ? ഇതൊരു ക്വസ്റ്റ്യൻ പഠിച്ചോ. കുരുമുളക്, ഏലം, പിന്നെ കറുവപ്പട്ട, ഇഞ്ചി. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാരെ വാണിജ്യത്തിന് വേണ്ടിയിട്ട് ആകർഷിക്കുന്നത്. ഓക്കെ, കാരണം ഇതിന്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് ചെറുതല്ല അല്ലെ? ഓക്കെ, ഈ ഒരു മൊഡ്യൂൾ പഠിച്ചല്ലോ. ഇനി അടുത്തതിലേക്ക് കടക്കും. ഇനി ഈ സ്ക്രീനിൽ ഒന്ന് പഠിച്ചു നോക്കണേ. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. മനസ്സിലായോ? സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാ പഠിച്ചത്? കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം പഠിച്ചല്ലോ. ആ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വന്നത്. പഠിച്ചു. ഇനി ഈ ഭാഗം ഒന്ന് നോക്കിക്കേ. ഇത് ഇരുന്നിട്ട് അങ്ങനെ വരണിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽമാർഗം ഒരു വാണിജ്യപാത കണ്ടെത്തി ശ്രമിച്ചത്. വായിച്ചു, കഴിഞ്ഞു, പോയി. ഇത് വന്ന് ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് എഴുതാൻ കഴിയും. അങ്ങനെയല്ല പഠിക്കേണ്ടത്. എന്താണ്? ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചേ. അങ്ങനെ പഠിച്ചു വന്നേ. തുർക്കികൾ എന്ത് ചെയ്യാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ആ കോൺസ്റ്റാന്റിനോപ്പിൾ ഈ തുർക്കികൾ കീഴടക്കിയ സമയത്ത് എന്തായി? നമ്മുടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ അത് തടസ്സപ്പെടുത്തി. ഓക്കെ, ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? തടസ്സപ്പെടുന്നത്. കാരണം എന്തുകൊണ്ട് തടസ്സപ്പെട്ടു? തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ. അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം അവിടെ തടസ്സപ്പെട്ടു, നിശ്ചലമായി. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം, എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി വേണ്ട, ഏത് വഴി പോകാം? കടൽ മാർഗം ഒരു വാണിജ്യപാത നമുക്ക് കണ്ടെത്താം. അപ്പൊ കടൽ മാർഗം പോയാൽ മതിയല്ലോ. അപ്പൊ വേറെ ഏത് രാജ്യത്തിലൂടെ പോകണ്ടല്ലോ. കടൽ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം തുടങ്ങാം എന്ന് മനസ്സിലാക്കി. അങ്ങനെ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടുകൂടി പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര് കച്ചവടത്തിന് ഇന്ത്യയിലെത്തി. അങ്ങനെ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാതയൊക്കെ കണ്ടെത്തി. സമുദ്രത്തിലൂടെയായി പിന്നീട് വാണിജ്യങ്ങൾക്കുള്ള യാത്ര. അങ്ങനെ ഈ യാത്രയൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ ആരൊക്കെ എത്തി? നമ്മുടെ ഇന്ത്യയിൽ കച്ചവടത്തിനായിട്ട് ആരൊക്കെയാണ് എത്തിയത്? പോർച്ചുഗീസുകാര്, പിന്നെ ഡച്ചുകാര്, പിന്നെ ആര് വന്നു? ഇംഗ്ലീഷുകാര് വന്നു, ഫ്രഞ്ചുകാർ വന്നു. നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? PDF നമ്മൾ പറയാറുണ്ട് അല്ലെ? അതിന്റെ ഇടയിൽ PD കഴിഞ്ഞിട്ട് ആരിനെ കൂടി ചേർത്താൽ മതി? ഈനെ കൂടി ചേർത്താൽ മതി. ആരാണ്? ഇംഗ്ലീഷ് അല്ലെ? പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്. ഈ ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ, കച്ചവടത്തിനായിട്ട് വന്ന വിദേശികളുടെ ക്രമം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്താ നമ്മൾ PDF എന്നുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ. D കഴിഞ്ഞിട്ട് ആരിനെ ഉൾപ്പെടുത്തുക? ഇംഗ്ലീഷുകാരെ ഉൾപ്പെടുത്തുക. ഈ ഭാഗം ഓക്കെ ആയോ? ഇനി ഈ ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതുമല്ലോ, ഏത് സ്റ്റേറ്റ്മെന്റ് വന്നാൽ എഴുതുമല്ലോ. ഓക്കെ, ഇനി പോർച്ചുഗലിൽ നിന്നും കോഴിക്കോട്ടേക്ക്. അപ്പൊ പോർച്ചുഗലിനെ മനസ്സിൽ കണ്ടേ? ഓക്കെ, നമ്മുടെ കോഴിക്കോടിനെ മനസ്സിൽ കണ്ടേ? 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം. അപ്പൊ മെയ് മാസം എന്നുള്ളത് മറക്കരുത്. 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. അപ്പോ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് 1498 മെയ് മാസം എന്ന് ഓർക്കുക. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട്, അത് ആലോചിക്കുക. അവിടെ എത്ര വലിയ പായ്ക്കപ്പലാണ്? 3 വലിയ പായ്ക്കപ്പലാണ്. ആര് വന്നതും? വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിലെ. വ്യത്യസ്ത വേഷവും ഭാഷയും. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോ ഡ ഗാമയും സംഘവുമായിരുന്നു അത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? 1498 മെയ് മാസം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് 3 പായ്ക്കപ്പൽ. ഈ 3 എന്നൊക്കെ ശ്രദ്ധിക്കണേ, കാരണം PS ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പൊ എടുത്ത് ചോദിക്കുന്നത്. 3 വലിയ 3 ചോദിക്കും. 498 കായക്കലിൽ 2 പായ്ക്കപ്പലിൽ നിന്നാണ് 4 പായ്ക്കപ്പൽ എന്നൊക്കെ ചോദിക്കും. 3 പായ്ക്കപ്പലിൽ നിന്ന് 3 പായ്ക്കപ്പലിലായിട്ട് പോർച്ചുഗലിൽ നിന്നും കച്ചവടത്തിനായി എത്തിയത് ആരാണ്? വാസ്കോ ഡ ഗാമ. പഠിച്ചല്ലോ. വാസ്കോ ഡ ഗാമ 1498 മെയ് മാസം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് 3 വലിയ പായ്ക്കപ്പലുകളിലായിട്ട് എവിടെ ഇട്ടു? നങ്കൂരമിട്ടു. പഠിച്ചു. ഈ ഭാഗം ഓക്കെയായോ?
ഈ ഭാഗം ഓക്കെയായോ? അങ്ങനെ വാസ്കോഡ ഗാമ എത്ര പായ്ക്കപ്പൽ വന്നു പറഞ്ഞു? 3 പായ്ക്കപ്പലായിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. LD എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരും, ശ്രദ്ധിച്ചോളേൻ. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ വായിക്കുന്ന പോയിന്റ് അല്ല, ഉള്ളില് നമ്മൾ വിചാരിക്കാത്ത കാരണം വാസ്കോ ഇപ്പൊ ചോദിക്കാൻ 1498 മെയ് മാസം, അതൊക്കെ ഓപ്ഷൻ ഉണ്ടാകും. 3 പായ്ക്കപ്പല്. ഓക്കെ, ഇതൊക്കെ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ. എത്ര ഇരട്ടി ലാഭമാണ്? അതായത് പോർച്ചുഗലിൽ നിന്ന് ഗാമ കേരളത്തിലെത്തി അല്ലെ, കോഴിക്കോട് കാപ്പാടെത്തി. അദ്ദേഹത്തിന് ഒരു എന്താണ് ചെലവായിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള വിഭവങ്ങൾ, അദ്ദേഹം എന്തൊക്കെയായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാക്കുക വിഭവങ്ങൾ, കുരുമുളക് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. അതൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം വിറ്റഴിച്ചു. അദ്ദേഹത്തിന് എത്ര ലാഭമാണ് കിട്ടിയത്? 60 ഇരട്ടിയോളം. ചിലപ്പോൾ അത് 50, 70 എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും, ശ്രദ്ധിക്കണം. 60 ഇരട്ടിയോളം ലാഭമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പോ ഒന്നും കൂടി ഞാൻ പറയാണ്, ശ്രദ്ധിക്കണേ. വാസ്കോഡ ഗാമ 1498 മെയ് മാസം കോഴിക്കോട് കാപ്പാടിനടുത്ത് 3 പായ്ക്കപ്പലായിട്ട് നങ്കൂരമിട്ടു. അതിൽ അദ്ദേഹത്തിന് 60 ഇരട്ടിയോളം ലാഭമാണ് ഉണ്ടായത്. പഠിച്ചോ? പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മൊഡ്യൂൾ. നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് വാസ്കോഡ ഗാമന്റെ പിക്ചർ മനസ്സിൽ കാണണം. അദ്ദേഹം 3 പായ്ക്കപ്പല് കടലിനെ മനസ്സിൽ കാണുക, 3 പായ്ക്കപ്പല് മനസ്സിൽ കാണുക. കടലിന്റെ നടുക്ക് 3 പായ്ക്കപ്പൽ നോക്കിയാൽ അതിലൊരു കപ്പലിൽ ആരുണ്ട്? ഗാമിയുണ്ട്. കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട് ജില്ലേനെ ആലോചിക്കുക, കാപ്പാട് അവിടെ ആലോചിക്കുക. അവിടെ വരുന്നു. അങ്ങനെ അവിടെ വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് എന്ത് ചെയ്തില്ല? വാസ്കോഡ ഗാമയ്ക്ക് അവിടെ കച്ചവട സൗകര്യങ്ങളൊന്നും നൽകിയില്ല. എന്നിട്ട് എവിടേക്ക് പോയി? കണ്ണൂരിലേക്കാണ് പോയത്. കോഴിക്കോട് സാമൂതിരി എന്ത് ചെയ്തു? കച്ചവട സൗകര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നപ്പോൾ അവിടെ എവിടേക്കാണ് പോയത്? ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ഓപ്ഷനിൽ കൊച്ചി എന്നൊക്കെ ആയിരിക്കും. നമ്മൾക്കറിയാലോ, കൊച്ചി എന്ന് പറയുമ്പോൾ വ്യാപാര തുറമുഖങ്ങളാണ്. നേരെ നമ്മൾ കൊച്ചിയിലെത്തും. പക്ഷെ ഗാമ പോയത് എവിടെയായിരിക്കും? കണ്ണൂരിക്കായിരിക്കും. ഓക്കെ, അപ്പൊ പഠിക്കണം. എവിടെയാണ് പോയത്? കണ്ണൂരിലാണ് കേട്ടോ. കണ്ണൂരിക്കാണ് പോയത്. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങളൊക്കെ ശേഖരിച്ചിട്ട് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഈ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയിട്ട് അവിടെ പോയിട്ട് സ്ഥാനം വിറ്റഴിച്ചിട്ടാണ് അദ്ദേഹം 60 ഇരട്ടിയോളം, അദ്ദേഹത്തിന് ചെലവായ തുകയിൽ നിന്ന് 60 ഇരട്ടിയോളം ലാഭം എന്നൊക്കെ പറഞ്ഞു അല്ലേ. എവിടെ എത്തി നോക്കിക്കേ. അപ്പൊ ഈ ഭാഗം പഠിച്ചോ? ഇത് ഓക്കെ ആയല്ലോ? ഇത് മറക്കില്ലല്ലോ. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് പഠിക്കണം കേട്ടോ. ഇന്ന് പഠിച്ചു പറഞ്ഞുകൊണ്ട് എന്താണ് സാധനം അങ്ങനെ നിർത്തരുതേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കണേ. SCRT-യിൽ നിന്ന് 3 മാർക്ക് ഉറപ്പിക്കാനുള്ള ക്ലാസ്സേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാണ്ട് അത് സിലബസ് ഇരുന്നിട്ട് ആ മൊഡ്യൂൾ നമ്മൾ ഇതുവരെ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു? നമ്മൾ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തു, ഭരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പിന്നെ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി സുപ്രധാന നിയമങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡറായിട്ട് മൊഡ്യൂളുകൾ ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് അങ്ങനെ മൊഡ്യൂളായിട്ടായിരിക്കില്ല, നമുക്ക് മാർക്കിനാണ്. ഹിസ്റ്ററിയൊക്കെ മൊഡ്യൂളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീരില്ല. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അത് അപ്പം ചെയ്യാം. പക്ഷെ നമുക്ക് 3 മാർക്ക് കിട്ടണം. അതിനുള്ളത് ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഇനി ഈ ഭാഗം ഓക്കെയോ? ഇനി അടുത്തത് വാസ്കോഡ ഗാമയെ തുറന്നിട്ട് ആരൊക്കെയാണ് വന്നത്? വാസ്കോഡ ഗാമ ആദ്യം വന്നു, പിന്നെ അൽമേഡ വന്നു, അൽബുക്കർക്ക് വന്നു. എനിക്കിത് എപ്പോഴും കൺഫ്യൂഷൻ ആണ് കേട്ടോ. രണ്ടാമത് ഞാൻ ചിലപ്പോൾ അൽബുക്കറിനെയൊക്കെ കണ്ടെടുത്തിടും, മൂന്നാമത് അൽമേഡനെ. എത്ര പഠിച്ചാലും പക്ഷെ ഞാൻ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷെ എന്നാലും നമുക്കത് കുറേ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, 100 കാര്യങ്ങൾ പോകണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ എങ്ങനെ പഠിച്ചു പറയാം. ഗാമയില്ലേ, വാസ്കോഡ ഗാമയിൽ ആദ്യം വന്നത് വാസ്കോഡ ഗാമ പേട കഴിക്കുക. അല്ലെ, നമ്മൾ ഈ സ്വീറ്റ്സിലെ ഒരു വെള്ള പേട നമ്മൾ പറയില്ലേ, അതാണ് പേടയൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ നടക്കുന്ന സമയത്ത് അത് അവിടെ ആര് നിൽക്കണു? അൽബുക്കർക്ക് നിൽക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഗാമ, അൽമേഡ, അൽബുക്കർക്ക്, വാസ്കോഡ ഗാമ പേട കഴിച്ചിട്ട്, നിങ്ങൾക്ക് അറിയില്ല ഒരു സ്വീറ്റ്സ്, ഒരു വെള്ള അല്ലെ പേട എന്നല്ലേ അതിന് പറയാ, ഒരു മിൽക്കിന്റെ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമ പേടയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ അത് അവിടെ ആര് നിൽക്കുന്നു? അൽബുക്കർക്ക് നിൽക്കുന്നു. അപ്പൊ ആദ്യം വന്നത്? ഗാമ വന്നു, പിന്നെ ആര് വന്നു? അൽമേഡ വന്നു, പിന്നെ അൽബുക്കർക്ക് വന്നു. ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് നല്ല, പിന്നെ റിവിഷനിൽ വന്ന ഒന്നും ഓക്കെ ഓർമ്മയായി. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അൽബുക്കർക്കിനെ രണ്ടാമത് എടുത്തിട്ടു, വീണ്ടും മൂന്നാമത് അൽമേഡ എടുത്തത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും രണ്ടാമത് അൽബുക്കർക്ക് തന്നെ വരും. ഓക്കെ, അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു? ഗാമ പേട കഴിച്ച് അത് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അതാ അവിടെ നിൽക്കുന്നു ആര്? അൽബുക്കർക്ക്. അപ്പൊ മൂന്നാളോ ആയില്ലേ. ഇനി അങ്ങനെ അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായിട്ട് ഇവിടെ എത്തി. ഗോവ, ദാമന്തിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ. അപ്പൊ ഇവിടെ എന്ത് നിങ്ങൾ പഠിക്കണം? പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ? ചോദിച്ച കേട്ടോ. ഇതിത്തെ ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇതുവരെ വരാതിരുന്നിട്ടില്ല കേട്ടോ. ഗോവ, ദാമന്തിയു. ഗോവയും ദാമനും
ദിയുമാണ് ഏതിന്റെ പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. ഇനി തൃശ്ശൂർ ജില്ലയില് ആണ് ഏത് കോട്ട? കോട്ടപ്പുറം കോട്ട. ഞാൻ ഇതിങ്ങനെ ഇരുന്നിട്ട് വായിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. തൃശ്ശൂർ ഇങ്ങനെ മാർക്ക് ചെയ്തത് ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ അടയാളപ്പെടുത്തിയിരുന്നില്ല, അതൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് ഏത് കോട്ട? കോട്ടപ്പുറം കോട്ട. കണ്ണൂരിലാണ് സെന്റ് ആഞ്ചലോസ് കോട്ട. പഠിക്കണം കേട്ടോ. തൃശ്ശൂരില് കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലാണ് ഏത് കോട്ട? സെന്റ് ആഞ്ചലോസ് കോട്ട. ഇതൊക്കെ നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരെന്താണ്? പറങ്കികൾ എന്നാണ്. പിന്നെ പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, വറ്റൻമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകളൊക്കെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രവും ചവിട്ട് നാടകവും വികസിപ്പിച്ചത്, കലാരൂപം വികസിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കും എന്ന് പറഞ്ഞേ? എന്തൊക്കെ പഠിക്കും? പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവയും ദാമനും ദിയുവും. പിന്നെ പഠിക്കും. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയും ആര് നിർമ്മിച്ചതാണ്? പോർച്ചുഗീസുകാരാണ്. പഠിച്ചോ? ഇനി പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരാണ് പറങ്കികൾ എന്നാണ്. പിന്നെ അടുത്തത് പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾ സ്വയം പറയേ. പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയിലൊക്കെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പഠിച്ചു. അച്ചടി യന്ത്രവും ചവിട്ട് നാടകവും കലാരൂപം വികസിപ്പിച്ചെടുത്ത പോർച്ചുഗീസുകാരാണ്. ഇത്രയും പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചല്ലോ. ഞാനിതാ ഇതൊന്നും വായിച്ചിട്ട് വെറുതെ സമയം കളയില്ല കേട്ടോ. ഇതൊക്കെ നോക്കിക്കേ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇതങ്ങനെ അടയാളപ്പെടുത്തിയൊക്കെ നന്നായി പഠിച്ചു. മലബാർ തീരം, ഇത് ശ്രദ്ധിക്കണേ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർ ആയിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരെ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാരാണ്. ഏത് തീരം കേന്ദ്രീകരിച്ചിട്ടാണ് പോർച്ചുഗീസുകാർക്കെതിരെ? ഏത് തീരമാണ്? മലബാർ തീരം കേന്ദ്രീകരിച്ചിട്ടാണ് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർ ആയിരുന്നു. പഠിച്ചോ? ഈ ഭാഗം പഠിച്ചോ? നമ്മൾ പോർച്ചുഗീസുകാർ പഠിച്ചു കഴിഞ്ഞു. പോർച്ചുഗീസുകാരിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും SART എന്ന് ചോദിച്ചാൽ എഴുതുമല്ലോ. നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയണോ? വേണ്ടല്ലോ, സമയം വെറുതെ കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. 17 മിനിറ്റ് ആയി. ഓക്കെ, നമുക്കിനി വേഗം പോവാട്ടെ. ഡച്ചുകാർ. അടുത്ത് നമ്മൾ ആരാണ്? ഡച്ചുകാർ അല്ലേ? കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. ഇത് ശ്രദ്ധിച്ചേ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം. മറക്കരുത് കേട്ടോ. കൊച്ചിയും കൊല്ലവുമാണ് ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. ചോദിച്ചിട്ടുണ്ട് 2023 ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻഡ്രീഡ് ആണ്. ആരാണ്? വാൻഡ്രീഡ് ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേട്ടമാണത്? ഡച്ചുകാരുടേതാണ് അല്ലേ? അവർ കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ആരാണ് കൊണ്ടുവന്നത്? ഡച്ചുകാരനായ വാൻഡ്രീഡ് ആണ്. ആരായിരുന്നു വാൻഡ്രീഡ്? ഡച്ച് ഗവർണർ ആയിരുന്നു. ആ ഡച്ച് ഗവർണറെ സഹായിച്ചത്, അതായത് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാനായിട്ട് സഹായിച്ചത് ആരാണ്? E.T. അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ്. ആരുടെയാണ്? E.T. അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ്. E.T. അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി ആര് തയ്യാറാക്കുന്നത്? വാൻഡ്രീഡ് തയ്യാറാക്കുന്നത്. ഈ ഭാഗം പഠിച്ച? ഈ ഭാഗത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കൊച്ചി, കൊല്ലമാണ് ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. പഠിച്ചു. ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. പഠിച്ചു. ആരാണ് ഇത് തയ്യാറാക്കിയത്? ഡച്ചുകാരനായ വാൻഡ്രീഡ് ആണ്. ഈ വാൻഡ്രീഡിനെ ഒരാൾ സഹായിച്ചു. അദ്ദേഹം മലയാളിയാണ്. E.T. അച്യുതൻ. ഓക്കെ, E.T. അച്യുതൻ വൈദ്യർ. പഠിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് വന്നേ. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവ്, അപ്പൊ തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എവിടുത്തെ രാജാവാണ്? തിരുവിതാംകൂറാണ്. ഡച്ചുകാർ യുദ്ധം ചെയ്തു. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയുമായിട്ട് ആരാണ് യുദ്ധം ചെയ്തത്? ഡച്ചുകാർ യുദ്ധം ചെയ്തു. അങ്ങനെ ഡച്ചുകാരും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡച്ചുകാർ ആൻഡ് മാർത്താണ്ഡവർമ്മ. ആരാണ്? മാർത്താണ്ഡവർമ്മ നടന്ന യുദ്ധം 1741 കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. വർഷം പഠിക്കണം. കുളച്ചൽ യുദ്ധം എപ്പോഴാണ്? 1741. ആരൊക്കെ തമ്മിൽ? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ആരാണ് പരാജയപ്പെട്ടത്? ഡച്ചുകാർ പരാജയപ്പെട്ടു അല്ലെ? ആര്? പുലിയാണല്ലേ? ആര്? മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ തന്നെ നഷ്ടമായി. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ ഡച്ചുകാരെ കുറിച്ച് പഠിച്ച? എന്തൊക്കെ പഠിച്ചു? ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം. പഠിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഡച്ചുകാര്. വാൻഡ്രീഡ്, ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡ് ആണ് ഇത് തയ്യാറാക്കിയത്. അദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് E.T. അച്യുതൻ വൈദ്യൻ. പഠിച്ചു. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടത്തിയ, തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം.
കുളച്ചുയുദ്ധം നടന്ന വർഷം 1741. ഡച്ചുകാർ പരാജയപ്പെട്ടു. ഡച്ചുകാരെ വിളിച്ചിരുന്ന പേരാണ് ലന്തക്കാർ. പഠിച്ചോ? പോർച്ചുഗീസുകാരെ പറങ്കികൾ, ഡച്ചുകാരെ ലന്തക്കാർ. ഡച്ചും കഴിഞ്ഞു. ഇനി അങ്ങനെ ഈ ആണെങ്കിൽ അടുത്ത് നമ്മൾ PDEFL പഠിച്ചു. അടുത്ത ഇംഗ്ലീഷുകാർ. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ആര്? അപ്പൊ പഠിക്കേണ്ടത് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇന്ത്യ, ചൈന, നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് 1600. നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600. എന്തിനു വേണ്ടിയിട്ട്? ഏതിനോ വേണ്ടിയിട്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്? എന്തിനാണ് കൊണ്ടുവന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാണ്? ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഗുജറാത്തിലെ സൂററ്റ് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റ് എന്തിനാണ്? നമ്മുടെ ഇംഗ്ലീഷുകാരുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു ഇത് സൂററ്റ്. പിന്നെ മദ്രാസ്, കൊൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഡച്ചുകാരുടെ നമ്മൾ എവിടെയൊക്കെ വാണിജ്യ കേന്ദ്രങ്ങൾ പഠിച്ച്? കൊച്ചിയും കൊല്ലവും. കൊച്ചി, കൊല്ലം. ഇംഗ്ലീഷുകാരുടെ ഏതൊക്കെയാണ്? സൂററ്റ്, പിന്നെ മദ്രാസ്, കൊൽക്കത്ത, ബോംബെ. ഓക്കെ. ഇനി ഈ വർഷം ഒന്ന് പഠിച്ചു വെച്ചേ. 1664. 1600 ഇംഗ്ലീഷുകാര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1664 ഫ്രഞ്ചുകാര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 2 വർഷം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? പോണ്ടിച്ചേരി അല്ലെ? പോണ്ടിച്ചേരി അതായത് പുതുച്ചേരി, മാഹി, കാരിക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ. ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ അല്ലെ? പിന്നെ യാനം ഉണ്ടല്ലോ, ഇതിന് കൂടെ യാനം കൂടി ചേർക്കണം കേട്ടോ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നിവയാണ് ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ. ഡച്ചുകാരുടെ നമ്മൾ എവിടെ പഠിച്ചു? ഡച്ചുകാരുടെ ഒന്ന് ഓർത്തേ, ഒന്ന് പറഞ്ഞു വന്നേ. കൊച്ചി പറയണേ കേട്ടോ, വായ കൊണ്ട് എടുത്ത് പറയണേ, നിങ്ങൾ അവിടെ പറയണേ. കൊച്ചി, കൊല്ലം, അങ്ങനെ ഇങ്ങനെ നമ്മളൊരു കമ്പൈൻ സ്റ്റഡി പോലെ ഇങ്ങനെ പഠിച്ചു പോയാൽ തന്നെ പഠിച്ചു കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് 1664 ഫ്രഞ്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്, അവരുടെ വാണിജ്യ, ഇതിങ്ങനെ പഠിച്ചിട്ടൊന്നും നിങ്ങൾക്കും തരക്കേറില്ല. ഞാൻ വെറുതെ ക്ലാസ് എടുത്തിട്ട് പോകാന്നല്ലാണ്ടുള്ളൂ. ഒരു മണിക്കൂർ നിങ്ങൾ ഇത് ചെലവാക്കണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, കുറെ പോയിന്റുകൾ കിട്ടണ്ടേ, മാർക്ക് കിട്ടണ്ടേ. ഓക്കെ. അപ്പൊ ഡച്ചുകാരുടെ നമ്മൾ ഇവിടെ പഠിച്ചു, കൊച്ചിയും കൊല്ലവും പഠിച്ചു അല്ലേ? പിന്നെ ഇംഗ്ലീഷുകാര്, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷുകാർ പഠിച്ചു എവിടെയൊക്കെയാണ്? സൂററ്റ്, മദ്രാസ്, ബോംബെ, കൊൽക്കത്ത പഠിച്ചില്ലേ? പോർച്ചുഗീസുകാരുടെ ഗോവ, ദാമാൻ ആൻഡ് ദിയു പഠിച്ചാ? ഇനി നമ്മള് പിന്നെ അവിടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. ഇതിൽ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെ ചോദിച്ചാൽ പോണ്ടിച്ചേരിയാണ്. പിന്നീട് കച്ചവടം അല്ലെ? പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, അങ്ങനെ എന്തായി? പിന്നെ ഇവര് തമ്മിൽ ഓരോരുത്തർ കച്ചവടത്തിന് വന്നു. പിന്നെ കച്ചവടത്തിന് വന്നവര് തമ്മിലായി എന്തായി? അടിയായി ഇല്ലേ? അങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ മത്സരം, അവർ തമ്മിൽ നടന്ന മത്സര യുദ്ധമാണ് ഇത് കർണാട്ടിക് യുദ്ധം എന്ന് വിളിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കർണാട്ടിക് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്. കർണാട്ടിക് യുദ്ധം ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ആര് ജയിച്ചു? ഇംഗ്ലീഷുകാർ ജയിച്ചു, ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു. ഓക്കെ, മനസ്സിലാക്കിയോ? അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ്? അധികാരത്തിലേക്ക്, ഫ്രഞ്ചുകാരെയൊക്കെ പരാജയപ്പെടുത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ്? അധികാരത്തിലേക്ക് വരികയാണ്. നോക്കിക്കേ, അവിടുന്ന് പഠിച്ചേ. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. പഠിച്ചോ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് അധികാരം നേടിയത് എവിടെയാണ്? ബംഗാളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ നഴ്സറി. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? പശ്ചിമ ബംഗാൾ ആൻസർ ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ. ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. എന്താണ്, എന്തിന്റെ നഴ്സറി എന്നാണ് പറയുന്നത് ബംഗാളിലെ? ഓക്കെ, എനിക്ക് പെട്ടെന്ന് മറന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായിട്ട് അധികാരം നേടിയത്. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെ 1757 വർഷം പഠിച്ചേ. 1757 നേരത്തെ ഒരു വർഷം പഠിച്ചു. ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം. അത് കഴിഞ്ഞു 57 പ്ലാസി യുദ്ധം.
ഓക്കെ. 57 പ്ലാസി യുദ്ധം നടക്കുകയാണ്. ബംഗാളിലെ നവാബായിരുന്ന, ഇവര് ബംഗാളിലാണല്ലോ ഇപ്പൊ ആധിപത്യം നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. പ്ലാസി യുദ്ധം നടക്കുന്നത് അപ്പൊ എവിടെ വെച്ചിട്ടാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്? ബംഗാളിലെ നവാബ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് പറയും നോക്കിക്കേ. ഇങ്ങനെ വായിച്ചു പോകാത്ത ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? +2ന്റെയും ഡിഗ്രീന്റെയും പഠിക്കാൻ 1 മാർക്കിന് വേണ്ടിയിട്ട് അവിടെ പോകുന്നത്. ഇവിടെ 4 മാർക്ക് കയ്യിൽ തന്നെയാണ്. അങ്ങനെ കാലിൻ ചോട്ടിൽ 4 മാർക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ട് പോകുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലേക്കോ ലണ്ടനിലേക്കാണ് ആ 1 മാർക്ക് വാങ്ങിക്കാൻ പോകുന്നത്. എവിടെ ഇരിക്കും നമ്മുടെ ഞാനൊക്കെ കണക്കന്നെയാണ്. ഓക്കെ. ഇപ്പോഴാണ് പഠനമൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ലെവലിൽ എത്തിയത്. ഓക്കെ. ഇതൊക്കെ ആദ്യം തുടർന്ന വ്യക്തി തന്നെയാണ് കേട്ടോ. ഞാൻ അതെനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഓക്കെ. നല്ല പരാജയമായിരുന്നു. 100% തോൽവിയുടെ അങ്ങേയറ്റമായിരുന്നു. നല്ല രീതിയിൽ പഠനമൊക്കെ മാറ്റി പിടിച്ചപ്പോൾ തന്നെയാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തുടങ്ങിയത്. ഇതൊക്കെ അപ്പൊ ആ രീതി ഞാൻ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെ സ്വയം ചിന്തിച്ചു. എന്താണ്? കുറെ നോട്ടുകളും കാര്യങ്ങളൊക്കെ കയ്യിൽ, നല്ല നല്ല നോട്ടുകളും ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് വ്യക്തമാക്കിയിട്ട് SCERT എന്റെ കയ്യിൽ നോട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? എത്രയോ പേര് എന്നെ പോലെ ഇതേപോലെ തന്നെയല്ലേ, കുറെ അവിടെയും ഇവിടെയും പഠിക്കും, കുറെ ഇവിടെ പഠിക്കും, വർഷങ്ങൾ പോകും. വീട്ടുകാരുടെ പരാതി, അവരുടെ പരാതി, നാട്ടുകാരുടെ പരാതി, അവരുടെ മുഖം ഇവിടെ മുഖം, സങ്കടങ്ങൾ, ടെൻഷൻ, പാവങ്ങൾ. അങ്ങനെ എന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ജോലിയിൽ ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെടാൻ കഴിയട്ടെ കേട്ടോ. ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെ ഇതിലൂടെ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. എനിക്ക് 10 പൈസ എനിക്ക് വരുമാനം ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ സപ്പോർട്ട് നല്ലോണം കുറവാണ് ചാനലിൽ. ഇങ്ങനെയൊക്കെ കാരണം നമുക്കറിയാലോ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് യൂട്യൂബിലൊക്കെ ചിലപ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ സങ്കടം വരും. ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്കൊക്കെ എത്ര വ്യൂ ആണ്, എത്ര ലൈക്കാണ്, എത്ര കമന്റ് ആണ്. അവർക്കൊക്കെ ഒരു മാസം തന്നെ അവർക്ക് ഏണിങ് ചെയ്യുന്നത് നോക്കുമ്പോൾ ഒരു കണ്ടന്റ് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇത്രയും ഇപ്പൊ നോക്കിക്കോ. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ എന്റെ കൂട്ടുകാരോട് ഞാൻ പറയാം. ഞാൻ ഇപ്പൊ രാവിലെ എണിച്ചു, ഇപ്പൊ ഒരു 5 മണിക്ക് എണിച്ചു. 5 മണിക്ക് എണിച്ചിട്ട് ഒരു 7:30 വരെ കുട്ടികളൊക്കെ ഉണ്ട്. എക്സാം ആണ്, കുട്ടികൾക്കൊക്കെ എക്സാം ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 5 to 7 വരെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞു. ഇപ്പൊ വീട്ടിലത്തെ വർക്ക് അത് കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ ഫാമിലി അല്ലേ, നമ്മൾ നോക്കണ്ടേ. അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ കുളിക്കുക വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കാൻ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇട്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കാനിരിക്കുമ്പോ അപ്പൊ ചോദിക്കും, അയ്യോ ഇന്ന് അവർക്കൊന്നും കൊടുത്തില്ലല്ലോ, ഇന്ന് അവർക്കൊന്നും പഠിക്കാൻ കൊടുത്തിട്ടില്ലല്ലോ ഒന്നും ഭയങ്കര. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ ക്ലാസ് ഇട്ടിട്ട് പിന്നെ പഠിക്കാനിരിക്കാൻ. അപ്പൊ പഠിക്കാനിരിക്കുമ്പോൾ ഒരു സമാധാനമുള്ളൂ, ഞാൻ അവർക്ക് പഠിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത് സത്യമാണ്. ഞാൻ അത് വെറുതെ വന്നിട്ട് എന്താ പറയാ, എന്നെ പൊങ്ങച്ചം പറയാനോ അങ്ങനെ ഞാൻ പറയില്ല. പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം അയ്യോ ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ അവർക്ക് പഠിക്കാൻ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാവിലെ അപ്പൊ പിന്നെ എന്താ ചിന്തിക്കും, രാവിലെ അത് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പഠിക്കാനിരിക്കുക. ഞാൻ രാവിലെ ഒരു സെക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി അവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ 10 മണിക്ക് ശേഷം വന്നിട്ട് എന്ത് ചെയ്യുന്നത്, രാവിലത്തെ വീട്ടിലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് 10 മണിക്ക് ശേഷം ഇത് നിങ്ങളുടെ കഴിഞ്ഞത് പിന്നെ അടുത്തത് ഞാൻ ഇരിക്കുകയാണ്. നമ്മൾ രാത്രി വരെ പിന്നെ നമ്മുടേതായിട്ടുള്ള വർക്കുകൾ നമുക്കൊരു 10 മിനിറ്റ് ഒഴിവോ ഒന്നുമില്ല. പക്ഷെ എന്നാലും അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് വല്ലാത്ത സങ്കടം. പക്ഷെ കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയിലൂടെയെങ്കിലും ഒരു ഭാഗ്യം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഓക്കെ. എന്തായാലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു ഫലം കിട്ടും, അത് ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമന്റ് ഒക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പഠിച്ചോ, ഇംഗ്ലീഷുകാരുടെ അധികാര കേന്ദ്രം ബംഗാളാണ് പഠിച്ചോ. 1757 പ്ലാസി യുദ്ധം പഠിച്ചോ. അപ്പൊ പ്ലാസി യുദ്ധം എവിടെ വെച്ച് നടന്നതെന്ന് ചോദിച്ചാൽ എവിടെ എഴുതും? അവിടെ കിടന്ന് പതറും. ബംഗാളിൽ അല്ലേ? ബംഗാളിലാണ് കേട്ടോ. അവിടെ ബംഗാളിൽ ആ സമയത്ത് നവാബ് ആരായിരുന്നു? സിറാജ് ഉദ് ദൗള ആയിരുന്നു. ആരാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാര് പരാജയപ്പെടുത്തി അല്ലെ സാറിനെ? സിറാജുദ്ദൗള. കാരണം ബ്രിട്ടീഷുകാർ ശക്തരാണല്ലോ അല്ലെ. അപ്പൊ പ്ലാസി യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി? സിറാജുദ്ദൗളനെ പരാജയപ്പെടുത്തി. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ എന്ത് ചെയ്തു? കമ്പനിയുടെ കീഴിലായി. അപ്പോ 1757 പ്ലാസി യുദ്ധം, ഇതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1764 ബക്സാർ യുദ്ധത്തിലും ബംഗാളിലെ സിറാജുദ്ദൗളനെ ഇംഗ്ലീഷുകാർ പരാജയപ്പെടുത്തുകയും ബംഗാളിന് എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാര് കമ്പനിയുടെ കീഴില് ആക്കുകയും ചെയ്തു. ഓക്കെ. ഇനി അടുത്ത് നോക്കിക്കേ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ കർണാട്ടിക് യുദ്ധം പറഞ്ഞില്ലേ? ആരൊക്കെയാണ് കർണാട്ടിക് യുദ്ധം പറഞ്ഞത്? ഫ്രഞ്ചുകാർ അല്ലേ? കർണാട്ടിക് യുദ്ധത്തില്
അപ്പൊ അതെവിടെയായിരുന്നു കർണാട്ടിക് യുദ്ധം നടന്നത്? തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. ഇനി നോക്കിക്കത് ഇപ്പൊ പ്ലാസി, അത് നേരത്തെ ആ കർണാട്ടിക് യുദ്ധം പഠിച്ചതിന്റെ ആ ഒരു സ്ലൈഡാണ് കേട്ടോ ഇവിടെ, അത് നോക്കണേ. ഇനി പ്ലാസി യുദ്ധം നമ്മൾ പറഞ്ഞു, ബക്സാർ യുദ്ധമൊക്കെ പഠിച്ചു നോക്കുക. സിറാജ് ദൗളയുടെ സൈനാധിപനായിരുന്ന മിർ ജാഫറുമായിട്ട് ബ്രിട്ടീഷ് സൈനാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. പ്ലാസി യുദ്ധത്തിലും ബക്സാർ യുദ്ധത്തിലൊക്കെ ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. ആര്? ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ദൗള പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ പ്ലാസി യുദ്ധത്തിൽ സിറാജ് ദൗള പരാജയപ്പെടാൻ കാരണം ഈ സിറാജ് ദൗളയുടെ ഒരു ചാരൻ എല്ലാവിടെയും ഉണ്ടാവും അല്ലേ? നമുക്കാണെങ്കിലും ഒരു പാര വെക്കാൻ നമ്മുടെ കൂടെ തന്നെ കൂട്ടുകാരിൽ ഒരാളുണ്ടാവും. അപ്പൊ അതേപോലെ സിറാജ് ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫർ എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവുമായിട്ട് ഒരു രഹസ്യധാരണയൊക്കെ വെച്ചു. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കൊടുക്കാനായപ്പോ എന്ത് ചാരപ്പണി അവിടെ ചെയ്യണം. അപ്പൊ പ്ലാസി യുദ്ധത്തിൽ ആര് പരാജയപ്പെടുകയാണ്? സിറാജ് ദൗള പരാജയപ്പെടുകയാണ്. പിന്നെ ബക്സാറിൽ എന്തായിരുന്നു? സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തി നല്ല രീതിയിൽ വലിയൊരു സൈനിക ശക്തിയായിരുന്നു. അതുകൊണ്ടാണ് ബക്സാർ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാര് എന്ത് ചെയ്തത്? വിജയിച്ചത്. എന്താ ഇത് പഠിച്ചേ? മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മറ്റൊരു പ്രദേശം. മൈസൂര് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു മൈസൂര്. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ എന്ത് ചെയ്തു? പ്രബല ശക്തി. അപ്പൊ മൈസൂർ പ്രബല ശക്തിയായത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിലാണ് മൈസൂര് പ്രബല ശക്തിയായത്. മൈസൂറിന്റെ ആധിപത്യം അങ്ങനെ എവിടേക്കും വന്നു? മലബാറിലേക്കും വ്യാപിച്ചു. അതോടെ ഈ ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ കൂർഗ് എന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായി. പഠിച്ചല്ലോ. ഇനി നോക്കിക്കേ, ടിപ്പു സുൽത്താൻ എത്രാമത്തെ യുദ്ധത്തിലാണ് മരണപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നാലാമത്തെ മൈസൂർ യുദ്ധത്തിലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടിപ്പു മരണപ്പെട്ടത് എത്രാമത്തെ 4 മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം മരിക്കുന്നത് കേട്ടോ. പിന്നെ മൈസൂർ യുദ്ധങ്ങളിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായത്? മലബാറും കൂർഗ് കേട്ടോ. മലബാർ, കൂർഗ്. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധം നമ്മൾ പറഞ്ഞു. 4 മൈസൂർ യുദ്ധങ്ങൾ വേണ്ടി വന്നു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായിട്ട് ശ്രീരംഗപട്ടണത്തിൽ വെച്ച ഉടമ്പടി അനുസരിച്ചിട്ടാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഇപ്പോൾ പഠിക്കേണ്ടത് 1792 ഇതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ആരൊക്കെ തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? ടിപ്പു സുൽത്താൻ അല്ലേ? ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ അല്ലേ? ഏത് യുദ്ധ സമയത്താണ്? എത്രാമത്തെ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി നിലവിൽ വരുന്നത്. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ എന്താ സംഭവിച്ചത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രീരംഗപട്ടണം ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്. ശ്രീരംഗപട്ടണം ഉടമ്പടി നിലവിൽ വന്നത് എപ്പോ ചോദിച്ചിട്ടുണ്ട്? 1792 എന്ന് പറഞ്ഞു. ഏത് യുദ്ധത്തിന് ശേഷമാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 3ാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷം. അങ്ങനെ മൈസൂർ കഴിഞ്ഞു. മൈസൂർ അങ്ങനെ അവരെ എന്ത് ചെയ്യുകയാണ്? ഓരോരോ സ്ഥലങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു വരികയാണ്. അങ്ങനെ മൈസൂർ കഴിഞ്ഞു. അടുത്തത് എവിടെ എടുത്തു? മറാത്തി എടുത്തു. ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? മറാത്തികളാണ്. ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ആര്? പറയാ, മറാത്തികൾ. പിന്നെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. ആദ്യം മറാത്ത പ്രദേശം, പിന്നെ സിന്ധ്, പഞ്ചാബ്, ഔധ് എന്നീ നാട്ടുരാജ്യങ്ങളും ആര് കീഴടക്കി? ബ്രിട്ടീഷുകാർ കീഴടക്കുകയാണ് ചെയ്തത്. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലമായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെ? നമ്മളല്ലേ എന്താണ്? ബ്രിട്ടീഷുകാർക്ക് നല്ല രീതിയിൽ സൈനിക ശക്തി ഉണ്ടായിരുന്നു അല്ലേ? അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആയുധങ്ങളും ഒക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഓരോ രാജ്യങ്ങളും ആക്രമിച്ച് നാട്ടുരാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കപ്പെടുന്നത് ഈ സൈനിക ശക്തിയിലൂടെയാണ്.
മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ ബർദിലാക്കിയത്. കുറെ നാട്ടുരാജ്യങ്ങളെ സൈനിക ശക്തിയിലൂടെ കീഴടക്കി. കുറെ നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയും ഒക്കെ എന്ത് ചെയ്തു? അവർ കീഴടക്കി വെച്ചു. അങ്ങനെ വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ ബർദിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞില്ലേ നേരത്തെ, ഓരോരോ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു, ഓരോരോ ഉടമ്പടികളൊക്കെ കൊണ്ടുവന്നു പറഞ്ഞില്ലേ. അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ് അല്ലെ, സൈനിക സഹായ വ്യവസ്ഥ. അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾക്ക് ആർക്ക് കീഴിലായി? ബ്രിട്ടീഷുകാർക്ക് കീഴിലായി. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഡൽഹൌസി കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം അതുവഴിയും എന്തു ചെയ്തു? ബ്രിട്ടീഷുകാർ കുറെ നാട്ടുരാജ്യങ്ങൾ, അങ്ങനെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെയാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് പിടിച്ചത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. സൈനിക സഹായ വ്യവസ്ഥ, വെല്ലസ്ലി കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ പിടിച്ചടക്കിയെങ്കിൽ ദത്തവകാശ നിരോധന നിയമം, ഡൽഹൌസി കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമത്തിലൂടെയാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. നോക്കിക്കേ, കണ്ടോ? സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ആ മൂന്നെണ്ണം ആദ്യം പഠിച്ചേ. എന്നിട്ട് സത്താറയും ഝാൻസിയും പഠിക്കുക കേട്ടോ. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനികളുടെ പ്രതിനിധികളായിരുന്നു. പുരുഷ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അതായത് പ്രസവിച്ചു കഴിയുന്ന സമയത്ത് പെൺകുട്ടികളായിരിക്കാം അല്ലെ, ചിലപ്പോൾ ആൺകുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ ആ അവകാശം അല്ലെ, ഒരുപാട് ഇവർക്ക് സ്വത്തുക്കൾ ഉണ്ടാവും, അതിന് അവകാശം കൊടുക്കണം അല്ലെ. അങ്ങനെ എന്ത് ചെയ്യണം? കുട്ടികളെ ദത്തെടുക്കുന്ന, അതാണ് ദത്തവകാശ നിരോധന നിയമം പറയുന്നത് കേട്ടോ. ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇവിടെ ദത്തവകാശ നിയമം എന്നല്ല പറയുന്നത്, ദത്തവകാശ നിരോധന നിയമമാണ്. അതായത് ആൺകുട്ടികൾ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും? അവരുടെ സ്വത്തുക്കൾക്ക് പൂർണ്ണ അവകാശം ഉണ്ടായില്ല അല്ലെ. അപ്പോൾ അവരെന്ത് ചെയ്യണം? ദത്തെടുക്കുകയാണ്. ആ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും? രാജാധികാരമൊക്കെ നൽകി ഈ സ്വത്തുക്കൾക്കൊക്കെ അവകാശം നൽകും. അപ്പൊ ആ ഡൽഹൌസി എന്ത് ചെയ്യാണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഈ രാജാക്കന്മാർക്കൊക്കെ എന്തായി? ഈ എന്താണ്, പുരുഷ കുട്ടികളെയൊക്കെ ദത്തെടുത്തിട്ട് ഇത് കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ എന്താണ്? ഇല്ലാണ്ടായി. പുരുഷ അനന്തരാവകാശം ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. നോക്കിക്കേ, 1857 ആയപ്പോഴേക്കും, ശ്രദ്ധിക്കണം, 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളുടെ ഏകീകൃത ഭരണം നടപ്പിലാക്കി. 1857 ആകുമ്പോഴേക്കും മുക്കാലും പ്രദേശങ്ങളും ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിൽ. നോക്കിക്കേ, നമ്മൾ ഇത്ര നേരം പഠിച്ചതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എങ്ങനെയാണ് കമ്പനി മൊത്തം അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ആ മൊത്തം ഷോർട്ടാണ്. യുദ്ധങ്ങൾ വഴി എങ്ങനെയാണ്? പ്ലാസി യുദ്ധം വഴിയും ബക്സാർ യുദ്ധവും വഴിയും അല്ലെ. പ്ലാസി യുദ്ധം വഴിയും ബക്സാർ യുദ്ധം വഴിയും, പിന്നെ മൈസൂർ യുദ്ധങ്ങള്, പിന്നെ മറാത്ത യുദ്ധങ്ങൾ വഴി. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം വഴി. എവിടെയാണ് പ്ലാസി യുദ്ധം ബക്സാർ യുദ്ധം നടന്നത്? ഞാൻ പറഞ്ഞു, ബംഗാളാണ് കേട്ടോ, ബംഗാളാണ്. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധം നടന്നത് എവിടെയാണ്? ബംഗാൾ. പഠിച്ചോ? മൈസൂർ യുദ്ധം വഴി പിടിച്ചെടുത്തത് ഏതൊക്കെയാണ്? മലബാർ, കൂർഗ്. പഠിച്ചോ? മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്ത. ഇനി നിയമനിർമ്മാണങ്ങൾ വഴി നമ്മൾ പറഞ്ഞ കുറെ ഉടമ്പടികൾ വഴി, നിയമനിർമ്മാണം വഴി, സൈനിക സഹായ വ്യവസ്ഥ വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ദത്തവകാശ നിരോധന നിയമം വഴി ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ്? ഝാൻസി, സത്താറ, നാഗ്പൂർ, ഉദയ്പൂർ അല്ലെ. ഇതൊക്കെ എന്താണ്? ഇംഗ്ലീഷുകാര് പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ്. ഇനി പഠിച്ച കൂട്ടുകാരല്ലേ, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതൊക്കെ ഒന്ന് ചെയ്ത്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. കാലഗണന അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നല്ല രീതിയിൽ നമ്മൾ ഈ ടോപ്പിക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാർക്കായിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് എക്സാം ഹാളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഇതേപോലെ മാർക്ക് കിട്ടും. ഗോവയൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ? സൈനിക സഹായ വ്യവസ്ഥ, വെല്ലസ്ലി, ദത്തവകാശ നിരോധനം, ഡൽഹൌസി, പോണ്ടിച്ചേരി ആരുടേതാണ്? പോർച്ചുഗീസുകാരുടേതല്ലേ? പോണ്ടിച്ചേരി പോർച്ചുഗീസുകാരുടെ ആണോ? അല്ല അല്ലെ, ഫ്രാൻസ് അല്ലേ. ഓക്കെ, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹിയാനം അല്ലെ, ഗോവ പോർച്ചുഗീസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ച് ഇതൊക്കെ സെറ്റ് ആക്കണം കേട്ടോ.